വെൽക്കം ടു ലോ ആൻഡ് ലാഡ്. കുറേ ദിവസം മഴയായതുകൊണ്ട് ഈ ചെടികളൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്നൊരു മോശം കാലാവസ്ഥ അല്ലാത്തത് കൊണ്ട് തന്നെ ചെടികളെല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഓരോ ചെടിച്ചട്ടികൾ മാറ്റുമ്പോഴും വളരെ സൂക്ഷിച്ചാണ് മാറ്റിയത്. വേറൊന്നും കൊണ്ടല്ല, ഇഴജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പറഞ്ഞു തീർന്നില്ല, ഇതാ നിൽക്കുന്നു ചട്ടുകത്തലയൻ. ഈ നാട്ടിൽ ഇതിനെ ചട്ടുകത്തലയൻ എന്നാണ് കേട്ടോ വിളിക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ വിളിക്കുക എന്ന് കമൻറ്റ് ചെയ്യണം. ഈ ചെടികളൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള ചെടികളല്ല. പല വീടുകളിലും പോയി അവർ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിട്ടുള്ളത് എരന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെടികളാണ്. കുറേ ആളുകൾ ഇഷ്ടത്തോടു കൂടി തന്നെ എനിക്ക് തരും. ചില ആളുകളുടെ അടുത്ത് നിന്ന് ചോദിച്ച് എരന്ന് വാങ്ങിയിട്ടും വന്നിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ. പക്ഷേ എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ചെടികളൊന്നും നശിക്കാതെ അവരെങ്ങനെയാണോ സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത് അവരുടെ ആ പൈസയുടെ മൂല്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ചെടികളെല്ലാം നിറയെ ചെടികളുള്ള ഒരു വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം കൂടിയാണ്. ചെടികളെ സംരക്ഷിക്കാനും ചെടികളെ നോക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ, എവിടെ, എപ്പോൾ തുടങ്ങണം എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. ഒന്നാമത് ചെടികളെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതയാണുള്ളത്. ചില ചെടികൾക്ക് നിറയെ വെള്ളം വേണം, ചില ചെടികൾക്ക് നിറയെ സൂര്യപ്രകാശം വേണം, എന്നാൽ ചില ചെടികൾക്ക് വളരെ കുറച്ച് മാത്രമേ ഇതെല്ലാം ആവശ്യമുള്ളൂ. അത്തരത്തിലുള്ള ചെടികളെ ഓരോരുത്തരുടെ നിർദ്ദേശം അനുസരിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഇറയത്ത് വെച്ചിട്ടുള്ളത്. അല്ലാത്ത ഒരുപാട് ചെടികളും വീട്ടുമുറ്റത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇറയത്തിലുള്ള ചെടികൾ മാത്രമാണ് ഇന്ന് വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെടികളെ സംരക്ഷിക്കാൻ അറിയുന്ന, ചെടികളെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ നല്ലോണം മനസ്സിലാക്കിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടുന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ വീഡിയോയ്ക്കകത്ത് കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമാവും.